ഇതൊരു കമ്പി വെച്ചൊരു ബോൾ ഷേപ്പ് പണ്ടുണ്ടാക്കി വെച്ചതാണ്. ശരിക്കും ഇതിനകത്ത് ഞാൻ പ്ലാന്റ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോകുന്ന പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ മാൽപീജിയാണ്. ഇനിയിപ്പോൾ മഴയൊക്കെ അല്ലേ, നല്ല ഭംഗിക്ക് വളർന്നു വരും. ഇപ്പം ഇതൊരു ഷേപ്പ്ലെസ് ആയിട്ട് ഒരു റൗണ്ട് ഷേപ്പ്, ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയതാണ് ശരിക്കും. ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയതാണ്. പക്ഷേ കമ്പി അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് അതൊരു ഷേപ്പ്ലെസ് ആയി. പക്ഷേ എന്നാൽ നമ്മളൊരു ബോൾ, ഒരു റൗണ്ട് ഷേപ്പാക്കി നമുക്കിതിനെ വളർത്താം. പിന്നെ ഇതിനകത്ത് 1-2 ക്രിയേറ്റിവിറ്റി കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ പ്ലാന്റ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വളർന്ന് പൊങ്ങും. അപ്പോൾ നമ്മളതൊന്ന് ഇതിൻ്റെ തന്നെ ഒരു ശിഖരങ്ങളുടെ ഇടയ്ക്കായിട്ടൊന്ന് വളച്ച് വെച്ച് കൊടുത്താൽ നല്ല ഷേപ്പിൽ നിൽക്കും. പിന്നെ ഒത്തിരി വളർന്നു കഴിയുമ്പോൾ നമുക്ക് പ്രൂൺ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. കുറച്ചും കൂടെ ഒന്ന് ബുഷി ആവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലാണ്. നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴല്ലേ ആ ഒരു ബോൾ കാണാൻ നല്ല ഭംഗിയുള്ളൂ. നൂല് വെച്ചൊക്കെ കെട്ടണം കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വളച്ച് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒരു സപ്പോർട്ടിനായിട്ടേ കുറച്ച് നൂലൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായി. നമുക്ക് ഈ കുഞ്ഞിക്കിളി ഒന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു കമ്പ് എടുക്കുന്നുണ്ട്. നമ്മുടെ മുളയുടെ കമ്പ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പ് എടുക്കാം. കാരണം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നല്ല രീതിയിലുള്ള ഹോൾസ് ഉണ്ട്, കണ്ടില്ലേ, നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്തോട്ട് കുത്തിയിട്ട് നമുക്ക് കുഞ്ഞിക്കിളിയെ ദേ ഇതിൻ്റെ മുകളിലോട്ട് ഈ കമ്പ് മണ്ണിലോട്ട് കുത്തി കൊടുത്താലേ കുഞ്ഞിക്കിളി ഉറച്ച് അവിടെ കുഞ്ഞിക്കിളി സെറ്റല്ലേ. ഇവിടെ കുറേ ചെടികളുടെ ഇടയ്ക്കൊരു കുഞ്ഞിക്കിളിയും അമ്മക്കിളിയും കുഞ്ഞിക്കിളികളും ഇരിക്കുന്നതാണ്. നല്ല ഒരു പീസ് എടുത്തിട്ട് ഇവിടെ ഒരു ബട്ടർഫ്ലൈയെ കൂടെ കൊടുക്കുവാണ്. ബട്ടർഫ്ലൈക്കും ദേ അടിയിൽ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പം ബട്ടർഫ്ലൈ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം ബട്ടർഫ്ലൈയും സെറ്റ്, നല്ല ക്രിയേറ്റിവിറ്റി ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് കൂടി ഒരു 2-3 പ്ലാന്റ് ഒന്ന് നട്ട് സെറ്റ്. നമ്മുടെ മാൽപീജിയ പ്ലാന്റുകൾ വരുന്നത് ഈ ഒരു സൈസിലെ പ്ലാന്റ് ആണ്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ അതേ ഞാൻ 2 പ്ലാന്റ് ആണ് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു ബോൾ ഷേപ്പ് എടുത്ത് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മുടെ നോർമൽ പോട്ടിംഗ് മീഡിയാണ് കേട്ടോ. മണ്ണും മണലും ചകിരിച്ചോറും ഒക്കെ മിക്സ് ചെയ്ത പോട്ടിംഗ്. 2 വെച്ചപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഇത്രയും കവറായി. ഓക്കെ, അപ്പം നമുക്ക് ഒരെണ്ണം കൂടി സെറ്റ് ചെയ്യാം. ഞാൻ കരുതി 2 മതിയെന്ന്, പക്ഷെ ഒരെണ്ണം കൂടെ വേണം. അപ്പോൾ അതേ നമ്മൾ 2 പ്ലാന്റ് വെച്ച് നോക്കിയതാ, പക്ഷേ 2 പ്ലാന്റ് സക്സസ് അല്ല, അത്ര അങ്ങോട്ട് ഇതിന് ഓക്കെ ആവുന്നില്ല. അപ്പം ഞാൻ 4 പ്ലാന്റ് വെച്ച് കേട്ടോ. 4 പ്ലാന്റെങ്കിലും ഒരു ചട്ടിയിൽ വെച്ചെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നല്ല ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല സൂപ്പറായിട്ട് 4 പ്ലാന്റ് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നൂല് വെച്ചൊന്ന് കെട്ടി സെറ്റാക്കണം. ഇതൊരു 4 പ്ലാന്റ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് കഴിയുമ്പം നിറച്ചും തിക്കായിട്ട് ഇതുപോലെ നല്ല ലെഷായിട്ട് നല്ലൊരു ഗ്രീനറിയിൽ നിൽക്കും. അപ്പോൾ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. ഇത് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് സൈസിൽ വരുന്ന ഈ ഒരു സൈസിലെ പ്ലാന്റുകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല മെച്ചറായിട്ടുള്ള പ്ലാന്റുകളാണ്. നല്ല കട്ടിയുള്ള നോഡിനകത്ത് ചെയ്തേക്കുന്ന പ്ലാന്റുകളാണ്. നന്നായിട്ട് ലെഷായിട്ട് വളരാനായിട്ട് ഒരു സ്പൂൺ ബാസാക്കോട്ടെ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ റിസൾട്ട് എന്തായാലും 1 മാസം കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിനും കൂടി കുറച്ചൊന്ന് അപ്ലൈ ചെയ്യാം. എല്ലാവരും ചോദിച്ചിരുന്നു ബാസാക്കോട്ടെ ഫ്ലവറിങ്ങിന് മാത്രമാണോ യൂസ് ചെയ്യുന്നത്. നല്ല കേട്ടോ, ഞാൻ എല്ലാ ഫോളിയേജ് പ്ലാന്റ്സിനും എല്ലാം യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ലെഷായിട്ട് നിൽക്കുന്നത്.